ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ വെക്റ്റർ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഡബിൾ ഇൻ്റഗ്രേഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡബിൾ ഇൻ്റഗ്രേഷൻസിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഡബിൾ ഇൻ്റഗ്രേഷൻസ് നമ്മൾ ഫിസിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ലാമിനാസ് വിത്ത് വേരിയബിൾ ഡെൻസിറ്റി, ലാമിനാസ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് ലാമിനേഷൻസ് എല്ലാം നമുക്കറിയാവുന്ന നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ലാമിനേഷൻ എന്നുള്ളത്. സെയിം തിങ് ആണ് ലാമിന എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ ലാമിന എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാമിനയുടെ ഒരു തിന്നായിട്ടുള്ള ലെയർ, വളരെ കനം കുറഞ്ഞിട്ടുള്ള ഒരു ലെയർ, അതായത് ഒരു പ്ലേറ്റ് പോലെയുള്ള ഭാഗം, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്, അതിൻ്റെ വേരിയബിൾ ഡെൻസിറ്റി വരുന്ന ഒരു തിന്നായിട്ടുള്ള ഒരു ലാമിന. ആ ലാമിനയുടെ മാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ മാസ്, സെൻറ്റർ ഓഫ് മാസ്, അതേപോലെ മൊമെന്റ്സ് ഓഫ് മാസ് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊമെന്റ്സ് ഓഫ് ഇനേർഷ്യ, അതിൻ്റെ മൊമെന്റ്സ്, അതേപോലെ ഫസ്റ്റ് മൊമെന്റ്സ് ഓഫ് ഇനേർഷ്യ, സെക്കൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വരാം. ഇഫ് റോ ഈസ് എ കോൺസ്റ്റന്റ് density or mass per unit area, then the mass of the lamina coinciding with a region bounded by the graph of y equal to f of x, the x-axis and the lines x equal to a and x equal to b is m equal to integral a to b rho into f of x dx. അതായത് നമ്മൾ ഒരു പ്ലെയിനിലുള്ള ഒരു റീജിയന് ആ y equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, y equal to ഈ ഒരു ഇത് എന്ന് പറയുന്നത് y equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. y equal to f of x എന്നുള്ള ഫംഗ്ഷൻ, x equal to a, x equal to b എന്നുള്ള ഈ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഇത്രയും ഈ ഒരു ഭാഗമാണ് നമ്മളുടെ ലാമിന എങ്കിൽ ഇതിൻ്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റഗ്രൽ a to b റോ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിൻ്റെ മാസ്, ഈ ഒരു ലാമിനയുടെ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതാണ് ലാമിന എങ്കിൽ ഇതിൻ്റെ കാരണം നമുക്ക് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും ഭാഗത്തുള്ള ഏരിയ ആണ് ഡിസ്കസ്. ഇപ്പൊ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ ആയിരിക്കും ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതിനെ ആ ഒരു റോ എന്നുള്ള ഫംഗ്ഷനുമായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റീജിയന്റെ ഏരിയ കിട്ടും. ഇനി ഇത് നമുക്ക് ഡബിൾ ഇന്റഗ്രൽസ് ആണ് വരുന്നത് എങ്കിൽ, അപ്പൊ നമ്മൾ റോ എന്നുള്ളത് കോൺസ്റ്റന്റ് അല്ല, റോ ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലുള്ള ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ് വരുന്നത് എങ്കിൽ ആ കേസിൽ എങ്ങനെയാണ് നമ്മൾ മാസ് വരുന്നത് എന്നുള്ളത് നോക്കാം. If a corresponding lamina of a region has a variable density rho of xy where rho is a non-negative and continuous on R, then we define its mass m by the double integral m equal to double integral over R rho of xy dA. അപ്പോൾ മാസ് ഇൻറ്റു ഡെൻസിറ്റി ആണ്, ഏരിയ ഇൻറ്റു ഡെൻസിറ്റി ആണ് ഇവിടെ മാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കണ്ടിന്യൂസ് സർഫസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ടോട്ടൽ മാസിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ എക്സ് വൈ എന്നുള്ള ഫോമിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എം ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ എക്സ് വൈ ഡി എ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിന്റെ ഈ ഒരു ലാമിനയുടെ മാസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മാസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പിന്നീട് വരുന്ന എല്ലാ കാര്യങ്ങളിലും കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും മാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സെന്റർ ഓഫ് മാസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒരു ബോഡിയുടെ മാസ് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്നുള്ള ഫോമിൽ സെന്റർ ഓഫ് മാസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ദി കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി ലാമിന ആർ ദെൻ എക്സ് ബാർ ഈക്വൽ ടു എം വൈ ബൈ എം, y bar equal to mx by m, where my equal to double integral over r x into rho xy dA and mx is equal to double integral over r y into rho xy dA. അപ്പോൾ നമ്മൾ സെന്റർ ഓഫ് മാസ് കാണാനുള്ളത് പലപ്പോഴും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഫോർമുല എന്നുള്ളത് നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് എക്സ് ബാറും വൈ ബാറും, സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ അതിന്റെ കോർഡിനേറ്റ്സ് ഉണ്ടാവും. നമ്മൾ പ്ലെയിനിൽ എടുക്കുമ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാവും.
ഇനി അത് സ്പേസിലാണ് വരുന്നതെങ്കിൽ z കോർഡിനേറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ലാമിന ആയതുകൊണ്ട് ഒരു സർഫസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, അത് വളരെ തിൻ ആയിട്ടുള്ള സർഫസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ x കോർഡിനേറ്റും y കോർഡിനേറ്റും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. x കോർഡിനേറ്റിന് x ബാർ എന്നുള്ളതും y കോർഡിനേറ്റ് y ബാർ എന്നുള്ള ഫോമിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. x ബാർ ഡിഫൈൻ ചെയ്യുന്നത് my by m ആണ്. my എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ r x into rho xy dA എന്നുള്ളതും, y bar mx ഡിഫൈൻ ചെയ്യുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ r y into rho xy dA എന്നുള്ള ഫോമിലുമാണ്. Here my and mx are moments of the lamina about y-axis and x-axis respectively. The center of mass of the point where we consider all the masses of the lamina to be concentrated. Center of mass എന്ന് പറയുന്നത് എല്ലാ മാസ് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. If rho xy is a constant, then the center of mass is called the centroid of the lamina. അപ്പൊ ഇനി നെക്സ്റ്റ് സെൻട്രോയിഡ് എന്നുള്ളത് സെന്റർ ഓഫ് മാസ് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ നമ്മൾ റോ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ സെന്റർ ഓഫ് മാസിനെ നമ്മൾ സെൻട്രോയിഡ് എന്നുള്ള ഫോമിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും എന്ന് പറയും. ഇനി mx-ഉം my-യും ഇപ്പൊ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തല്ലോ, mx-ഉം my-യും നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. mx എന്ന് പറയുന്നത് ഇവിടെയും my എന്നുള്ളത് ഇവിടെയും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ mx and my are called the first moments of the lamina about the x-axis and y-axis respectively. ഇനി the so called second moments of the lamina or moments of inertia. Moments of inertia എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പലപ്പോഴും ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. moments of inertia. The moments of inertia about x-axis and y-axis are defined by the double integral. The moments of inertia are defined by the double integral ix is equal to double integral over r y square into rho xy dA and iy equal to double integral over r x square into rho xy dA. Moment of inertia about an axis ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. I equal to mr square എന്നുള്ള ഫോമിലാണ് നിങ്ങൾ ഫിസിക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള. അതൊരു കണ്ടിന്യൂസ് ബോഡി ആണ് എങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി കോർഡിനേറ്റ് ആക്സിസ് x axis and y axis are defined by ix is equal to double integral over r y square into rho xy dA and iy equal to double integral over r x square into rho xy dA എന്നുള്ള ഫോമിലാണ് മൊമെന്റ്സ് ഓഫ് ഇനർഷ്യ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ റൊട്ടേറ്റിംഗ് ബോഡി ആണ് എങ്കിൽ ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ദി റൊട്ടേഷണൽ ഇക്വിവാലൻസ് ഓഫ് ദി മാസ്. ഫോർ ട്രാൻസ്ലേഷൻ മോഷൻ kinetic energy is given by k equal to half mv square where m is the mass and v is the linear speed. The kinetic energy of a particle of mass m rotating at a distance r from an axis is k equal to half mv square is equal to half into m into r omega the whole square. v square എന്നുള്ളതിനെ നമ്മൾ ഒരു റൊട്ടേറ്റിംഗ് ആണ് എങ്കിൽ അതിന്റെ വെലോസിറ്റി എന്നുള്ളതിനെ നമ്മൾ ആംഗുലാർ വെലോസിറ്റി ആയിട്ടാണ് r into omega square എന്നുള്ള ഫോമിലാണ് നമ്മൾ എടുക്കുന്നത്. ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ആംഗുലാർ വെലോസിറ്റി ആയിട്ട് എടുക്കുമ്പോൾ r into v equal to r omega എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. v square എന്നുള്ളത് r omega the whole square എന്നുള്ള ഫോമിൽ വരും. or it's equal to half mr square into omega square എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. mr square എന്ന് പറയുന്നത് i ആണ്, half into i into omega square എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. where i equal to mr square is the moment of inertia about the x-axis of about the axis of rotation and omega is the angular speed. Okay, നമുക്ക് ഇനി ഇതിലെ പ്രോബ്ലംസിലേക്ക് പോവാം.